എന്തൊക്കെയാണ് ആസ് എ ടീനേജർ ഈ ഒരു ക്യാമ്പിൽ പങ്കെടുത്താൽ കിട്ടുന്ന ബെനിഫിറ്റ്സ്, അത് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ടീനേജ് അവയർനെസ് അവർക്ക് ലഭിക്കും. ഇപ്പോൾ കൗമാരപ്രായക്കാരായിട്ടുള്ള ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് പൊതുവെ എന്താ അറിയില്ല, അവരുടെ പ്രായത്തിനെ കുറിച്ചോ അവരുടെ ടീനേജിനെ കുറിച്ചൊരു ക്ലാരിറ്റി അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി നമ്മൾ എന്ത് ചെയ്യും, ആദ്യം കൊടുക്കുന്നുണ്ടായിരിക്കും. അതിലിപ്പോൾ കുട്ടികളുടെ ലോസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജേജ് ആക്ട്, പോക്സോ ആക്ട്, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ബേസിക്കായിട്ട് വേണ്ടുന്ന ഗുഡ് ഹാബിറ്റ്സ്. ഓക്കെ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതലുള്ള രാത്രി ഉറങ്ങുന്നത് വരെയുള്ള ബേസിക് ആയിട്ടുള്ള ഗുഡ് ഹാബിറ്റ്സും ഹൈജീൻ നോക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ ബേസിക് സെക്സ് എഡ്യൂക്കേഷനൊക്കെ നമുക്ക് ഈ ഒരു ട്രെയിനിങ്ങിൽ അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്ന കാര്യം റെസ്പെക്റ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് ഈ ടീനേജിൽ ചെയ്യേണ്ട രണ്ട് അത്യാവശ്യ കാര്യങ്ങളാണ് ഇതെല്ലാം, അല്ലേ? റെസ്പോൺസിബിൾ ആവുക എന്നുള്ളത്. സത്യത്തിൽ ടീനേജ് മുതൽ അവർ റെസ്പോൺസിബിളായി തുടങ്ങിയാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഇനിയുള്ള അവരുടെ ലൈഫിൽ പേഴ്സണലി അവർക്ക് കിട്ടും. അപ്പോൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട രീതികൾ, ആരൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം, അതുപോലെ റെസ്പോൺസിബിൾ ആവേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങിൽ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ കൊടുക്കേണ്ട പ്രയോറിറ്റീസ്, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാതും നമ്മളതിൽ കവർ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ടീനേജറായിട്ടുള്ള കുട്ടി, ആ കുട്ടിയുടെ ലൈഫിലത്തെ പ്രയോറിറ്റീസ് തിരിച്ചറിയാം, കുട്ടിയുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ലക്ഷ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോയാലത്തെ ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നത് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബേസിക്കായിട്ട് വേണ്ടുന്ന ലൈഫ് സ്കിൽസ് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഇപ്പോൾ അറിയാലോ, നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്റ്റഡ് ആവുന്നത് ബന്ധങ്ങളിലാണ്, റിലേഷൻസിലാണ്. അപ്പോൾ ആ ഉള്ള റിലേഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, ഒരു വ്യക്തിയുടെ ക്യാരക്ടർ, ബിഹേവിയർ എങ്ങനെ തിരിച്ചറിയാം, അതുപോലെ തന്നെ ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ട സമയമായിട്ടുണ്ടോ, ഏത് ടൈപ്പ് ഓഫ് റിസ്ക് നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വരുന്ന തോൽവികളെ എങ്ങനെ നേരിടണം, എങ്ങനെ സർവൈവ് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം, ഇതെല്ലാം നമ്മൾ ഈ ഒരു ലൈഫ് സ്കിൽ എഡ്യൂക്കേഷനിൽ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ അഡിക്ഷൻ മാനേജ്മെൻറ്റ് ടെക്നിക്സ്, അഡിക്ഷൻ ഉണ്ടാവാതെ നോക്കാനും, ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വയം തിരിച്ചറിയാനും കുറയ്ക്കേണ്ട രീതികളും ഒക്കെ അവർക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ മൊബൈലാണെന്നുണ്ടെങ്കിലും സബ്സ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു പിയർ പ്രഷർ വന്നാൽ പോലും, ഇപ്പോൾ ഫ്രണ്ട്സ് നിർബന്ധിച്ചാൽ പോലും ഇവർക്ക് ഡിസൈഡ് ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങിലൂടെ ഒരു ടീനേജറെ മാറ്റുന്നുണ്ടായിരിക്കും. ഇതുപോലെ തന്നെ പഠിക്കാനുള്ള കുറച്ച് ടിപ്സ്, കുറച്ച് ടെക്നിക്സ്, ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഇഷ്യൂ ആണ്, കുട്ടികൾക്ക് പലർക്കും അറിയുന്നില്ല ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, എൻ്റെ കരിയർ എന്തായിരിക്കണം, ഏത് മേഖലയിലായിരിക്കണം എന്നുള്ളൊരു ധാരണ പോലും അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാമ്പ് കഴിയുമ്പോൾ അവർക്കൊരു കുറച്ച് റിയലൈസേഷൻസ് വരും. അപ്പോൾ അവർക്ക് തന്നെ ഒരു പരിധി വരെ തിരഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് പരിചയപ്പെടുത്തും. ഓക്കെ, അവർക്കിപ്പോൾ എന്തൊക്കെയാണോ വേണ്ടത് ആ പ്രോപ്പർ ഗൈഡൻസിലേക്ക് നമ്മൾ റെഫർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ടീനേജ് ആകുമ്പോൾ തന്നെ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുത്ത്, അല്ലെ, ഫാമിലിയോട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റീസ് തിരിച്ചറിഞ്ഞ് നല്ലൊരു ഫാമിലി ബോണ്ടിങ്ങോട് കൂടിയിട്ട് അവരും കൂടി ഹാപ്പി ആവണ്ടേ. അവർ ടീനേജേഴ്സ് ആകുമ്പോൾ ഒരുപാട് ഇമോഷൻസ് ഉണ്ടായിരിക്കാം, ഒരുപാട് ചിന്തകളൊക്കെ ഉണ്ടായിരിക്കാം. ബട്ട് സ്റ്റിൽ അവർക്ക് ഇതെല്ലാം മാനേജ് ചെയ്തുകൊണ്ട് നല്ല റിലേഷൻഷിപ്പിലും അല്ലെങ്കിൽ നല്ല ഫാമിലി അറ്റ്മോസ്ഫിയറിലും അവർക്ക് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങിൽ പ്രാപ്തരാക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് ആണ് കേട്ടോ, അപ്പോൾ 2 ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് നേരാക്കാൻ പറ്റില്ല, പക്ഷേ ഇതൊരു സ്റ്റാർട്ടറാണ്. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബോണസായിട്ട് കിട്ടുന്ന കാര്യങ്ങളും കൂടിയുണ്ട്. അതായത് ഞാനൊരു ആങ്കറിങ് ടീമിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ആങ്കറിങ് താല്പര്യമുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ മേഖലയിൽ വേണ്ടുന്ന, ഇപ്പോൾ പലർക്കും പല കഴിവുകളായിരിക്കുമല്ലോ, എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ലോജിക്കലാണെന്നുണ്ടെങ്കിലും ഏത് രീതിയിലുള്ള മേഖലയാണോ അവർക്കുള്ളത്, സ്പോർട്സ് ആണെന്നുണ്ടെങ്കിലും ആർട്സ് ആണെന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് ഒരുപാട് സപ്പോർട്ടുകൾ ചെയ്യാൻ പറ്റും. അത് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു ഏരിയയാണ് ലീഡർഷിപ്പ്. അപ്പോൾ ലീഡർഷിപ്പിലേക്ക് വേണ്ടുന്ന കുറച്ച് കുട്ടികളും കൂടി നമ്മൾ മോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. പല മേഖലയിലായിരിക്കാം, അത് അവർക്ക് താല്പര്യമുള്ള മേഖലയിലേക്കുള്ള ലീഡേഴ്സായിട്ട് മാറാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ വേണ്ടത് നമ്മൾ അവരുടെ കഴിവുകളനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊമോഷൻസ് നമ്മൾ ചെയ്യും. അതുപോലെ മെൻറ്ററിങ് ആവശ്യമുള്ളവർക്ക് മെൻറ്ററിങ് നമ്മൾ കൊടുക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഒരു 2 ദിവസത്തെ വർക്ക്ഷോപ്പ് കൊണ്ടോ അല്ലെങ്കിൽ 3 ദിവസത്തെ വർക്ക്ഷോപ്പ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്.
നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറം ഒരുപാട് നല്ല മാറ്റങ്ങൾ കൗമാരപ്രായക്കാർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ട്രെയിനിങ് ആണ്. അപ്പോൾ മിസ് ചെയ്യരുത്. ഓക്കെ, എപ്പോഴും കിട്ടുന്നൊരു അവസരമല്ല, യൂട്ടിലൈസ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.